സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 14 വാക്യം നമ്മൾ വായിക്കുന്നു. മരുഭൂമിയിൽ വച്ച് ആസക്തി അവരെ കീഴടക്കി, വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി, വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. എന്താണ് സന്ദർഭം? മരുഭൂമിയിൽ ആയിരുന്ന ഇസ്രായേൽ ജനം, ചെങ്കടൽ കടന്നു വന്ന ഇസ്രായേൽ ജനമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഇസ്രായേൽ ജനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ അത്ഭുതമൊക്കെ അവർ മറക്കുകയും ദൈവത്തിൻ്റെ ഉപദേശം തേടാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ അവർ പുറപ്പെട്ടു പോവുകയും ചെയ്തു. അവരെല്ലാം മറന്നു. മരുഭൂമിയിലേക്ക് എത്തുമ്പോഴേക്ക് ആസക്തികൾ അവരെ ബന്ധിക്കുകയാണ്. ആസക്തികൾ അവരിലേക്ക് ചേക്കേറുകയാണ്. ഈ ആസക്തികളാണ് അവരെ പിന്നീട് നശിപ്പിക്കുന്നത്. നമ്മൾ ഈ ആസക്തികളെക്കുറിച്ച് ഈ വചനത്തിൽ പറയുമ്പോൾ മൂലപാപങ്ങളുടെ ആക്രമണം നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിലൂടെ നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ട ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവും. അത് കൃപയുടെ കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ആസക്തികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അഹങ്കാരം, അസൂയ, ജഡികത, ദ്രവ്യാസക്തി, ഭക്ഷണാസക്തി, അലസത, കോപം. ഈ 7 മൂലപാപങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കൃപയിലായി ദൈവോപദേശം തേടി ജീവിക്കുന്ന വ്യക്തികളുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതെ ജീവിക്കാൻ അവർക്ക് സാധിക്കും. നമ്മൾ സെമിനാരിയിലേക്ക് ഒക്കെ കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം ഇത്തിരി കൃപയുള്ള പിള്ളേരൊക്കെ ആയിരിക്കുമല്ലോ സെമിനാരിയിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്ന, സെമിനാരിയിൽ എത്തുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, സഭാമാതാവ് പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് പഠിപ്പിച്ചു കൊടുക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ചെയ്യണം. ഉച്ചയ്ക്ക് ആഞ്ചലൂസ് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലാനുള്ള മണി അടിക്കുമ്പോൾ, വൈകിട്ട് 7 മണിക്ക് കർത്താവിൻ്റെ മാലാഖ ചൊല്ലാനുള്ള മണി അടിക്കുമ്പോൾ, അത് അല്ലെങ്കിൽ രാത്രി പ്രാർത്ഥനയുടെ നേരത്ത് ഒരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് സമയം ആ ദിവസത്തിൽ അവർക്ക് സംഭവിച്ചിട്ട് പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട്, വീഴ്ചകളെക്കുറിച്ച് ഓർക്കാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ചിലരോട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത് അവർ പ്രമാണലംഘനങ്ങൾ നടത്തിയോ എന്നുള്ളതായിരിക്കും. അത് അത്രമാത്രം ആ കൃപയിലില്ലാത്ത വ്യക്തികളുടെ പ്രമാണലംഘനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അതിനും കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹത്തിൻ്റേതായ മേഖലകൾ, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയൊക്കെയുള്ള ആ മേഖലകൾ, കുറ്റം പറച്ചിൽ പോലുള്ള കാര്യങ്ങൾ, അതായത് പ്രമാണലംഘനങ്ങളെക്കാൾ താഴെയാണെങ്കിലും ഇതെല്ലാം പ്രമാണലംഘനങ്ങളോട് അതുല്യമായി വരുന്ന പാപങ്ങളാണ്. അപ്പോൾ അത്തരം പാപങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഇനി അതൊന്നുമില്ലാത്ത കുട്ടികളാണെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ, അവർക്ക് ഈ മൂലപാപങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയമാണ് അത്. ഈ മൂലപാപങ്ങളാണ് അവർ ആ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ടൈമിൽ ചിന്തിക്കേണ്ടത്. എന്നിൽ അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ? എന്നിൽ അസൂയ ഉണ്ടായിട്ടുണ്ടോ? എന്നിൽ ജഡികാസക്തി ഉണ്ടായിട്ടുണ്ടോ? എന്നിൽ ഭക്ഷണാസക്തി ഉണ്ടായിട്ടുണ്ടോ? എന്നിൽ അലസതയുണ്ടായിട്ടുണ്ടോ? എന്നിൽ ദ്രവ്യാസക്തി ഉണ്ടായിട്ടുണ്ടോ? കോപം ഉണ്ടായിട്ടുണ്ടോ? എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കണം, പരിശോധിക്കണം. അതായത് ഉച്ചയ്ക്കത്തെ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷി പരിശോധന എന്നാണ് പറയുന്നത്. മനസാക്ഷി പരിശോധനാ സമയത്ത് ആ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്തുള്ള അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റി എടുക്കാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം കൊടുക്കുക, അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ
ഈ ആസക്തികൾ എന്ന് പറയുന്ന സംഭവം അത് മൂലപാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവയെ വർഗീകരിച്ച് വിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ മൂലപാപങ്ങളെക്കുറിച്ചുള്ള പഠനം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലാണ് അത് പഠിച്ചത്. നമ്മൾ ചെറിയ കാറ്റഗിസം ക്ലാസ്സുകളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോഴാണ് മൂലപാപങ്ങളെക്കുറിച്ച് പഠിച്ചത്. പിന്നീട് ആ കുമ്പസാരിക്കാനൊക്കെയുള്ള സമയത്തിന് മുൻപേ പഠിച്ച ഒരു കാര്യം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും അല്ലെങ്കിൽ കുമ്പസാരത്തിൻ്റെ ആ ഘടനയിൽ ഈ ഒരു കാര്യം വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ടുമാണ് നേരത്തെ തന്നെ സഭാമാതാവ് നമ്മളെ അത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ മൂലപാപങ്ങളെ നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മൂലപാപങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് ഓരോ കുമ്പസാരത്തിലും ഏറ്റുപറയാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവസ്വരം കേൾക്കുന്ന ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ ഒരു ധ്യാനം കൂടുന്നു, അത്ഭുതം കാണുന്നു, അടയാളങ്ങൾ കാണുന്നു, പല കൃപാവരങ്ങൾ ലഭിക്കുന്നു, അതിൽ അങ്ങനെ പോകുന്നു, ആ ദൈവസ്വരം കേൾക്കുന്നതിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടു. മരുഭൂമിയിൽ പോയ അനുഭവത്തിലേക്ക് ആത്മാവ് അല്ലെങ്കിൽ വ്യക്തികൾ പോകുന്നു. അതിൻ്റെ കാരണം ഇതാണ്, ആസക്തികളാൽ കീഴടക്കണം. ഇങ്ങനെ ആസക്തികൾ വന്ന് ചേക്കേറാൻ തുടങ്ങുമ്പോൾ അതിനെ പറിച്ചെടുത്ത് പുറത്ത് കളയാനുള്ള മാർഗമാണ് മൂലപാപങ്ങളെക്കുറിച്ച് പരിശോധിക്കുക. മൂലപാപങ്ങൾ പരിശോധിച്ച് കുമ്പസാരിക്കുക എന്നുള്ളത്. ചില ആളുകൾ പറയാറുണ്ട് മൂലപാപങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ആധുനിക കാലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ഈ മൂലപാപങ്ങൾ ഏറ്റവും അടിസ്ഥാനമാണത്. അതായത് അത് ക്രിസ്തീയ മതപ്രകാരം മാത്രം ഏത് മതത്തിലെടുത്ത് നോക്കിയാലും ഈ മൂലപാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, പ്രത്യേകിച്ച് നന്മയുള്ള ഏത് മതമാണെങ്കിലും അതിൽ മൂലപാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ട്. ചില മതങ്ങൾ മൂലപാപങ്ങൾ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു, ചില മതങ്ങൾ മൂലപാപങ്ങളെ അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നു. ഒരു നല്ല മതമാണെങ്കിൽ അതെപ്പോഴും ശുദ്ധീകരിക്കാനേ പഠിപ്പിക്കത്തുള്ളൂ, അത് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞേക്കൂ എന്ന് പറയത്തില്ല. കാരണം അഹങ്കാരിയായ മനുഷ്യനൊരിക്കലും നല്ലവനാകാൻ പറ്റത്തില്ല, അസൂയക്കാരനായൊരു മനുഷ്യന് ഒരിക്കലും നല്ലവനാകാൻ പറ്റത്തില്ല, ജഡികാസക്തിയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും നല്ലവനാകാൻ പറ്റത്തില്ല. അവൻ കപടതയിൽ നല്ല വൃത്തിയായിട്ടും നല്ല ബ്രഹ്മചാരിയായിട്ടൊക്കെ നടക്കും, പക്ഷേ അവസരം കിട്ടുമ്പോൾ അവൻ്റെ ആസക്തി പുറത്തു ചാടും. അവസരം കിട്ടുമ്പോൾ അവൻ്റെ അഹങ്കാരം പുറത്തു ചാടും. അവസരം കിട്ടുമ്പോൾ ഒരു പാമ്പിനെ പോലെ അവൻ്റെ ഉള്ളിലുള്ള അസൂയ പുറത്തു ചാടും. അസൂയ കായേനിനെ കൊലപാതകിയാക്കിയെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അസൂയ ഉണ്ടെങ്കിൽ നമുക്കും അതിലേക്ക് തന്നെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ചില ജീവിത സാഹചര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന ഭവനങ്ങൾ തകർന്നത്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പോയിട്ടുള്ള സുവിശേഷ പ്രഘോഷകർ തകർന്നു വീണത്, വളരെ നല്ല രീതിയിൽ പോയിട്ടുള്ള വ്യക്തികൾ തകർന്നു വീണത്, നല്ലവരായി ജീവിച്ച അമ്മമാർ തകർന്നു വീണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ മൂലപാപങ്ങളുടെ ബന്ധനാവസ്ഥയിൽ വീണപ്പോഴാണ്. മനുഷ്യൻ്റെ വീഴ്ച അത് മൂലപാപങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ശുദ്ധീകരിച്ച് പഠിച്ചവന് മാത്രമേ അത്തരത്തിലുള്ള മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശുദ്ധീകരണം ചെയ്ത് തങ്ങളെ തന്നെ ശുദ്ധീകരണം ചെയ്ത് നവീകരണത്തിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മൂലപാപങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയുണ്ട്. മൂലപാപങ്ങൾ അഹങ്കാര, അസൂയ, ജഡികത എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പുണ്യം, അതിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയുണ്ട്. അതായത് അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റ് എളിമ, അസൂയയുടെ ഓപ്പോസിറ്റ് സ്വീകരണം. അങ്ങനെ 7 നന്മയുടെ പുണ്യങ്ങളുമുണ്ട്. അപ്പം അത് മറുഭാഗത്ത് സ്വീകരിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ തയ്യാറാകണം. ഒരു ഭാഗത്ത് മൂലപാപങ്ങൾ എടുത്തു മാറ്റുക, മറുഭാഗത്ത് നന്മകൾ കൊണ്ട് നിറയ്ക്കുക. രണ്ടും സംഭവിക്കണം. ഇതാണ് വിശുദ്ധന്മാർ പഠിപ്പിക്കുന്നത്. മിസ്റ്റർ ജോൺ ഓഫ് ദ ക്രോസ് ഇതിനെക്കുറിച്ച് പ്യൂരിഫിക്കേഷൻ എന്നും അതുപോലെ തന്നെ അനോയിൻമെൻറ്റ് എന്നും വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്നുണ്ട്. അനോയിൻമെൻറ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള പുണ്യങ്ങൾ കൊണ്ട്
അനോയിൻറ്റഡ് ആകുന്നു. ഈ പുണ്യങ്ങളുടെ എല്ലാം ആകത്തുകയായ സ്നേഹം കൊണ്ട് നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നു. അതാണ് വിശുദ്ധന്മാരെല്ലാവരും, ഏത് വിശുദ്ധനെടുത്ത് നോക്കിയാലും, മരുഭൂമിയിലെ പിതാക്കന്മാരുൾപ്പെടെയുള്ള വിശുദ്ധന്മാരെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. ആകയാൽ ആസക്തികളെ ഒഴിവാക്കാൻ പഠിക്കേണ്ടത്, മരുഭൂമികളെ കീഴടക്കാൻ പഠിക്കേണ്ടത് മൂല പാപങ്ങളുടെ ബന്ധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആസക്തികളില്ലാതെ ജീവിക്കാൻ, മൂലപാപങ്ങളുടെ ബന്ധനങ്ങളില്ലാതെ ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.